Hello, Namaskaram. Welcome all my dear friends. I wish you a very happy Independence Day. ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ഫ്രീഡം ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫ്രീഡം എല്ലാ തരത്തിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാടാണ്. അപ്പം ഇതിൽ നമ്മളിപ്പം എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പം എല്ലാവർക്കും ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അത് വരുന്നത്. ഒരാൾക്കുള്ളതല്ലായിരിക്കും വേറെ ആൾക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ചിലർക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, മെൻ്റൽ സ്ട്രെസ്, അതുമാതിരി പ്രഷർ ഇരിക്കുന്ന അവസ്ഥ, അങ്ങനെ പല ഇതിൽ നിന്നെല്ലാം ഫ്രീഡം കിട്ടുമ്പോൾ അതൊരു ഫ്രീഡം തന്നെയാണ്. പക്ഷേ എല്ലാവരും മൊത്തത്തിൽ പൊളിറ്റിക്കൽ ഫ്രീഡത്തിനെയാണ് കണക്കാക്കുന്നത്. എങ്കിൽ പോലും ഈ ഫ്രീഡം അത്യന്താപേക്ഷിതമാണ്. പറയാൻ പറ്റുന്ന കാര്യം, നമ്മളിപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ടിരിക്കുന്നു. നമ്മളിപ്പം ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആ യൂണിറ്റി എന്തുമാത്രം വരുന്നു എന്നുള്ളതാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ ഇത്രയും വർഷം ആഘോഷിക്കുന്നു. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ആ ഇൻഡിപെൻഡൻസ് എന്നൊരു വാക്കുണ്ടല്ലോ, അതിന് നമ്മളെല്ലാവരും യൂണിറ്റി എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്നൊരു വേർഡും കൂടി ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇൻഡിപെൻഡൻസ് തന്നെ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ. അതായത് ദ റിയൽ ഇൻഡിപെൻഡൻസ് ഹാപ്പൻസ് വെൻ ദ പീപ്പിൾ ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് വിത്ത് ഈച്ച് അതർ. മനസ്സിലായല്ലോ? കാരണം എല്ലാ മനുഷ്യരും ദൈവം ഉണ്ടാക്കിയത് ഒരു റിലേഷൻഷിപ്പാണ്. ഞാൻ ഓൾറെഡി റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള മെസ്സേജ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ്. അപ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാകാനാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ വിത്ത് വൺ അക്കോർഡ്, അതായത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്ത് കാര്യം നമ്മളിപ്പോൾ ആസ് എൻ ഇന്ത്യൻ യൂണിവേഴ്സൽ രീതി ചിന്തിച്ചാൽ പോലും, ഇതിപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറഞ്ഞത് മെസ്സേജായിട്ട് ഇതെല്ലാവർക്കും റിസീവ് ചെയ്യാം. എന്നാ പറയണ്ടത്, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ആയിട്ടിരിക്കുക. നമ്മൾ സ്വന്തം കാര്യം ചെയ്യാൻ പഠിക്കണം. അത് സെൽഫ് റിലയൻ്റ്, അതല്ല ഞാൻ പറയുന്നത്. ഒരാൾക്കൊരാവശ്യം വരുമ്പം ഒരാൾ ഹെൽപ്പ് ചെയ്യുക, മനസ്സിലായല്ലോ? എമ്പതറ്റിക്കൽ ഫീലിംഗ് ഉണ്ടായിരിക്കണം ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പം എന്നാ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിൽ പലർക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. മനസ്സിലായല്ലോ? അതിപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എപ്പോഴാണ് എന്നാ അതിൻ്റെ സംഭവിക്കാൻ പോകുന്നത്. ഞാനിത് പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ചാൽ we should be all with one accord, with one mind, one purpose, as an എന്തായിരുന്നു